ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് സിനിമ അപ്ഡേഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ എന്തായാലും ഇന്നൊരു കിടിലൻ അപ്ഡേറ്റ്സ് ഉണ്ട്. കിടിലെന്ന് പറയുമ്പോൾ ഇന്ന് ഓഗസ്റ്റ് 20 അതായത് ഓണം റിലീസുകളുടെ തുടക്കമാണ്. നമ്മുടെ ഖലീഫ, അതായത് വൈശാഖിൻ്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് നായകനാകുന്ന മാസ് ആക്ഷൻ ചിത്രമായ ഖലീഫ ഇന്ന് റിലീസാവുന്നു. ശരിക്കും ഇന്ന് നമ്മുടെ ദുൽഖറിൻ്റെ അയാം ഗെയിമും കൂടി ഇന്ന് റിലീസാവേണ്ടതാണ്. പക്ഷേ അതിൻ്റെ ചില വർക്കുകൾ തീരാത്തത് കാരണം അതിൻ്റെ റിലീസ് മാറ്റി വെച്ച്. അപ്പോൾ ഇന്ന് ഖലീഫയാണ്. എന്തായാലും ഒരുപാട് പ്രതീക്ഷയുണ്ട്. പക്ഷേ എന്നാൽ ചില പേടിപ്പെടുത്തുന്ന നിരാശകളുണ്ട്. വൈശാഖ് നല്ലൊരു മാസ് ഡയറക്ടർ, കാരണം ആക്ഷനും സെൻറ്റിമെൻറ്റ്സും എല്ലാം ഒത്തിണക്കിയ ഒരു സിനിമ ചെയ്യാൻ ഏറ്റവും കഴിവുള്ള ഒരു സംവിധായകനാണ്. അതുപോലെ തന്നെ പൃഥ്വിരാജും മാസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അത്യാവശ്യം അടിപൊളിയാണ്. പക്ഷേ ഈ ഇടയായിട്ട് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊക്കെ പരാജയപ്പെടുക. അതായത് വിലായത്ത് ബുദ്ധ നല്ല ഹൈപ്പിൽ വന്ന ചിത്രം, അത് പരാജയപ്പെട്ടു. അതുപോലെ നോബഡി പരാജയപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ ഒരു പേടിയുണ്ട്. അതേപോലെ തന്നെ എത്രത്തോളം ഹിറ്റാവും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വൈശാഖാണ്. വൈശാഖിൻ്റെ ഇതിനു മുമ്പുള്ള പോക്കിരിരാജ, മധുരാജ, അതുപോലെ പുലിമുരുകൻ, അങ്ങനെ വമ്പൻ മലയാള സിനിമ ഇൻഡസ്ട്രി ഹിറ്റൊക്കെ തന്നൊരു ഡയറക്ടറും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഒരു സംഭവം, ഒരു റിയൽ ഇൻസിഡൻറ്റുകൾ ബന്ധിപ്പിച്ചുള്ള സംഭവമാണ് ഇതിൽ. നമ്മുടെ ലാലേട്ടൻ, അതായത് ലാലേട്ടൻ ഇതിലൊരു കഥാപാത്രമായി, അതായത് നമ്മുടെ പൃഥ്വിരാജിൻ്റെ വല്യച്ഛൻ്റെ കഥാപാത്രമായിട്ട് അദ്ദേഹം വരുന്നുണ്ട്. മാമ്പ്രക്കൽ അഹമ്മദ് അലി എന്ന കഥാപാത്രമായിട്ട് അദ്ദേഹം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകത ഉണ്ട്. പക്ഷേ ഇതിലൊരു 3 മിനിറ്റോ 4 മിനിറ്റോ ഉള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ ലാലേട്ടൻ ചെയ്യുന്ന. ഒരുപാട് ഒരു വലിയൊരു റോളൊന്നുമല്ല എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അത് എക്സ്പെക്റ്റ് ചെയ്തിട്ട് നമ്മൾ തിയേറ്ററിൽ കയറിയാൽ നമുക്ക് നിരാശ എന്തായാലും സമ്മാനിക്കുന്നത് ഉറപ്പാണ്. ഇതൊരു പൃഥ്വിരാജിൻ്റെ ഒരു ഷോ ഓഫ് ചിത്രം തന്നെ ആവും. കാരണം ആക്ഷൻ ഒരുപാട് പ്രാധാന്യമുണ്ട്, അതുപോലെ തന്നെ റൊമാൻസ് ഉണ്ട്, ഒരുപാടുണ്ട്. എന്തായാലും ചിത്രം വളരെ ഒരു മോശം എന്ന് നമുക്ക് എന്തായാലും പറയാനുള്ളതുണ്ടാവില്ല. എങ്കിൽ കൂടി എന്നാൽ ചില ഭയങ്ങളുണ്ട്. എന്തായാലും നല്ല ചിത്രമാവട്ടെ. കാരണം ഇത്രത്തോളം ഒരു ഹൈപ്പിൽ വരുന്ന ചിത്രമാണ്. കാരണം അതിൻ്റെ ഏറ്റവും ഇതിൻ്റെ ട്രെയിലറിനേക്കാൾ ഏറ്റവും രസം തോന്നുന്നത് അതിൻ്റെ ഗ്ലിംസ് ആട്ടോ. നല്ല അടിപൊളി, പ്രത്യേകിച്ച് അതിൻ്റെ BGM ഇന്നും ട്രെൻഡിങ്ങിലെടുക്കാം. അതിൻ്റെ ഒരു ഗ്ലിംസിൻ്റെ ആ BGM ഒക്കെ നല്ല അടിപൊളിയായിട്ടായിരുന്നു നമ്മളെ മുമ്പിൽ അവർ ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും അധികം വലിച്ചു നീട്ടാതെ തന്നെ പറയാം. എന്തായാലും ഇന്ന് റിലീസാണ് ഖലീഫ. അതുപോലെ തന്നെ നിവിൻ പോളിയുടെ പടം വരുന്നുണ്ട്, ബത്ലഹേം കുടുംബ യൂണിറ്റ്. അതൊരു ഫാമിലി ഓഡിയൻസിനെ കണക്ട് ചെയ്യാനുള്ള എല്ലാ ചേരുവകളുള്ള ഒരു പടമാണ്. എന്തായാലും ഈ ഓണം വിന്നറാവാൻ ചാൻസ് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നിവിൻ പോളിയുടെ പടം. കാരണം ഫാമിലി ഓഡിയൻസാണ് ഏറ്റവും കൂടുതൽ ഓണത്തിന് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണത്തിന് ഏറ്റവും കൂടുതൽ ഹിറ്റാവാൻ ചാൻസ് ബത്ലഹേം കുടുംബ യൂണിറ്റ് ആവാൻ. ഖലീഫ ഈ മാസ് ഓഡിയൻസാണ് തിയേറ്ററിൽ ഓണത്തിന് വരിക. പക്ഷേ അവർക്കിത് ചിലപ്പോൾ എന്താ പറയുക, എന്തായാലും ഇന്ന് റിലീസായാൽ നമുക്കതിൻ്റെ ഒരു കറക്റ്റ് അറിയാം. കാരണം ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഭയമുണ്ട്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം, കാരണം ഈ സിനിമയ്ക്ക് നിങ്ങൾ ഇന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ഏത് തിയേറ്ററിൽ കാണാൻ പോകുന്നൊന്ന് കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.